പ്രൈസ് ആക്ഷൻ വർക്കൗട്ടേ ആകത്തില്ല എന്ന് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ വർക്കൗട്ടൊന്നും ആവാത്തതൊന്നുമല്ല, ശരിയായ രീതിയിൽ ട്രേഡ് എടുക്കാൻ അറിയില്ലാത്തതാണ് പ്രശ്നം. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചാർട്ട് BTCയുടെ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത ഒരു ട്രേഡ് കൂടിയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു വെഡ്ജ് പാറ്റേൺ ആണ് കറന്റ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു വെഡ്ജ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺ ആണ് വെഡ്ജ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ് എന്ത് ചെയ്യും, വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് സാധ്യത. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് റൈസിംഗ് വെഡ്ജ് ഫോർമേഷൻ ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഓവറോൾ ട്രെൻഡ് എന്താ, ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഡൗൺ ട്രെൻഡിൽ ഒരു റൈസിംഗ് വെഡ്ജ് ഫോം ആയി കഴിഞ്ഞാൽ ആ ട്രെൻഡ് തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇത്തരത്തിൽ റൈസിംഗ് വെഡ്ജ് ഫോം ആകുന്നതെങ്കിൽ ആ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് സാധ്യത. ഇവിടെ ബ്രേക്ക് ഡൗണിൽ ഞാൻ സെൽ എൻട്രി എടുത്തു. ആ ഒരു സ്വിംഗ് ഹൈ പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസും 1:2 ആണ് ഞാൻ റിസ്ക് റിവാർഡായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അതിനുശേഷം അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയെങ്കിൽ പോലും കംപ്ലീറ്റ്ലി റിവേഴ്സ് ആയിട്ട് വീണ്ടും ആ ഒരു ലോ പോയിന്റ് ക്ലിയർ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത് ശരിയായ രീതിയിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നത് തന്നെയാണ് സത്യം.